കാലിക്കറ്റ് സർവകലാശാല ഡി സോൺ കലോത്സവത്തിൽ SFI പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ സംഭവത്തിന് പിന്നാലെ KSU പ്രവർത്തകരെ ആക്രമിച്ച SFI KSU യൂണിറ്റ് പ്രസിഡന്റ് ആരോണിനെയാണ് മർദ്ദിച്ചത്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ ഹോസ്റ്റലിന് മുന്നിൽ വെച്ച് സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. സൂരജ് സജീവ് വിവരങ്ങളുമായി. സൂരജ്, ഇതിങ്ങനെ തുടർന്നു പോവുകയാണോ ഈ അക്രമം? അനുജ, കഴിഞ്ഞ ദിവസമാണ് ഈ ഡി സോൺ കലോത്സവത്തിൽ SFI KSU സംഘർഷം ഉണ്ടാകുന്നത്. കേരളവർമ്മ കോളേജിലെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയെ ഇരുമ്പുവടിയൊക്കെ ഉപയോഗിച്ച ഈ ചിത്രത്തിൽ കാണുന്ന KSU പ്രവർത്തകർ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യമെല്ലാം പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ആ സംഘത്തിൽപ്പെട്ട അന്ന് KSUവിന്റെ മർദ്ദനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഇപ്പോൾ SFI സംഘം ചേർന്ന് മർദ്ദിച്ചിരിക്കുന്നത്. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു ചേരിതിരിഞ്ഞ് തുടർച്ചയായി ഏറ്റുമുട്ടുന്ന നിലയിലേക്ക് പോകുന്നു. ഇന്നലെയാണ് KSUവിന്റെ യൂണിറ്റ് പ്രസിഡന്റായിട്ടുള്ള ആരോണിനെ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ ഹോസ്റ്റലിന് മുന്നിൽ വെച്ച സംഘം ചേർന്ന SFI മർദ്ദിച്ചത്. ക്രൂരമായ മർദ്ദനമേറ്റ ആരോണിനെ ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷെ പരിക്ക് ഗുരുതരമായതിനാൽ തൃശൂർ ജില്ലാ സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഈ പ്രവർത്തകന് മർദ്ദനമേറ്റതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് രാവിലെ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് അടക്കം ഈ കേസിലെ പ്രതികളായിട്ടുള്ള 3 പേർ കീഴടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അനുജ, ശരി, അതാണ് സൂരജ് സജയാണ് വിശദാംശങ്ങൾ നൽകിയത്.